പോണേ തമ്പാച്ചിയമ്മ പാപ്പാക്കണം വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഗുഡ് മോർണിംഗ്. ഇനി നമ്മൾ എവിടേക്കാ പോണേ? അപ്പോൾ കുഞ്ഞാൻ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ അമ്പലത്തിലേക്കും കുഞ്ഞിന് വൈറ്റമിൻ കൊടുക്കാൻ വേണ്ടി സബ് സെൻറ്ററിലേക്കുമാണ് പോണത്. പല്ല് തേക്കാണ്. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കുളിക്കാമെന്ന് വിചാരിച്ചു. ഭക്ഷണം കഴിച്ച് ഉടനെ കുളിക്കാൻ പാടില്ല എന്ന് പറയും. അപ്പോൾ ഉടനെ കുളിക്കണമെന്നില്ല, നേരത്തെ തന്നെ ഭക്ഷണം കഴിക്കേണ്ടത്, നേരത്തെ എണീറ്റു ആൾ. അപ്പോൾ അത് കഴിഞ്ഞ് പതിയെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് 10:30 ആകുമ്പോഴേക്കും എത്തിയാൽ മതി. അപ്പോൾ അപ്പോഴേക്കും നല്ല വെയിൽ, 10 മണിയായപ്പോഴേക്കും നല്ല വെയിലായി. കുഞ്ഞിനെ പതിയെ നടക്കുന്നുണ്ട്. റോഡ് കുഴപ്പമില്ല, വണ്ടികളൊന്നും എപ്പോഴും ഉണ്ടാകുന്ന റോഡല്ലാത്തതുകൊണ്ട് ഇത്തിരിയേറെ നടത്തിച്ചു. പിന്നെ എടുത്തു കൊണ്ടുപോവാം. അപ്പോൾ വഴിയരികിൽ പൂവ് കണ്ടപ്പോൾ അവന് പൂവ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പൊട്ടിക്കുകയാണ്. ആൾ തന്നെ പൊട്ടിക്കാൻ ശ്രമിച്ചു, പറ്റണില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ഞാൻ എടുത്തു കൊടുത്തു. അപ്പോൾ അങ്ങനെ അതും കയ്യിൽ വെച്ചിട്ട് ഞങ്ങൾ സബ് സെൻറ്ററിലേക്ക് പോവാണ്. വെയിലായതുകൊണ്ടുള്ള ചെറിയ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്നെത്തി. താഴെ അംഗനവാടിയും അതിന് മുകളിലായിട്ടാണ് സബ് സെൻറ്റർ ഉള്ളത്. അപ്പോൾ അവിടെ വൈറ്റമിൻ്റെ ഇപ്പോൾ 2 വയസ്സായി, 1.5 വയസ്സിൻ്റെ വാക്സിൻ കഴിഞ്ഞ് 6 മാസം കൂടുമ്പോൾ വൈറ്റമിൻ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതിനുള്ള ടൈം ആയതുകൊണ്ട് ഞങ്ങൾ വന്നതാണ്. പതിയെ പടിയൊക്കെ കയറി വലിയ ഇൻട്രസ്റ്റോട് കൂടി തന്നെയാണ് പോണത്. വാക്സിൻ അല്ലല്ലോ, മരുന്നല്ലേ, അപ്പോൾ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെ വിചാരിച്ചു. അവിടെ എത്തിയിട്ട് ആ പൂവ് വെച്ചിട്ട് കുറച്ച് നേരമൊക്കെ ആൾ കളിച്ചു. അത് കഴിഞ്ഞ് മരുന്ന് കൊടുക്കാറായപ്പോഴാണ് പണിയായി എന്ന് മനസ്സിലായി. കാരണം അവന് നല്ല പേടിയായി. അപ്പോൾ അങ്ങനെ എൻ്റെ മടിയിൽ പിടിച്ചു വെച്ചിട്ടൊക്കെയാണ് കൊടുത്തത്. അത് കഴിഞ്ഞ് താഴെ ഇറങ്ങിയിട്ട് ചെരുപ്പിടാനും വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് അവിടെ ഇരുത്തിയപ്പോൾ അംഗനവാടിയിലെ കുട്ടികളെ കണ്ടു. അപ്പോൾ അവർക്ക് വെള്ളം വേണമെന്നൊക്കെയാണ് ആശാൻ ചോദിക്കുന്നത്. ഇച്ചിരി നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോവാനായിട്ട് ഇറങ്ങുക. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഒന്ന് ആലോചിച്ചപ്പോൾ കരുതിയാൽ കുറച്ച് ദൂരമല്ലേ മതിക്കുന്നിലേക്കുള്ളൂ, എന്നാൽ പിന്നെ അങ്ങോട്ട് പോയാലോ എന്ന് ചുമ്മാ കുഞ്ഞിനോട് പറഞ്ഞതാണ്. പിന്നെ അവൻ വാശിയായി, അമ്പലത്തിൽ പോയേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയായി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് നടക്കുകയാണ്. ആദ്യമായിട്ടാണ് കുഞ്ഞിനെ കൊണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ നടന്ന് പോണത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പോയി തൊഴുന്നതിന് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. അത് കഴിഞ്ഞ് ഭക്ഷണം ഉണ്ട് അമ്പലത്തിൽ എല്ലാ ദിവസവും. അപ്പോൾ അതെന്താവും എന്നുള്ള ടെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങോട്ടാ പോണേ? തമ്പാച്ചിയമ്മ എടുത്ത്. എന്നിട്ട് എന്ത് ചെയ്യും തമ്പാച്ചിയമ്മ എടുത്ത് പോയിട്ട്? പാപ്പാക്കണം. എന്തിട്ടാ പറയാ കുഞ്ഞ്? പാപ്പാക്കണം. പാട്ട് പാടിയ തമ്പാച്ചിയമ്മയുടെ അമ്മേ നിൻ രൂപം കണ്ടു. അപ്പം അങ്ങനെ മതിക്കുന്നു. പാടത്തൂടെ പോകുമ്പോൾ സ്ഥിരം പോത്തോ പശു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അതൊക്കെ കണ്ട് പതിയെ ഞങ്ങൾ നടന്ന് എത്തി. അവിടെ എത്തി കഴിഞ്ഞപ്പോൾ ആൾ ശ്രദ്ധിച്ചത് അവിടുത്തെ അമ്പലക്കുളമാണ്. അവിടേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് ഒരമ്മാമ്മ പുഴയിലിറങ്ങി പാലുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ പിടിച്ച് വലിച്ച് അമ്പലത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ പിന്നെ ഓടി നടന്ന് തൊഴുതോളും. പ്രത്യേകിച്ച് അവന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, അറിയാം എങ്ങനെ എവിടേക്കാണ് പോകണം എന്നുള്ളത്. അപ്പോൾ ഇനി നമ്മൾ പോണത് നാഗദൈവങ്ങളെ തൊടനോടത്താണ്. അവിടെ പുള്ളമ്പാട്ട് പാടാനായിട്ട് സ്ഥിരം ആൾക്കാരുണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്ന് ചെന്നപ്പോൾ കണ്ടില്ല. അപ്പോൾ അവരെയൊക്കെ അന്വേഷിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ തൊഴുതിട്ട് ഊട്ടുപുരയിലേക്ക് പോയി. അപ്പോൾ നല്ല കുട്ടിയായിട്ട് കയ്യൊക്കെ കഴുകി ഭക്ഷണം കഴിക്കായിരുന്നു. ചോറൊന്നും കഴിക്കില്ല, വെണ്ടയ്ക്ക മുരിങ്ങക്കായ അതൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇറങ്ങിയപ്പോൾ പിന്നെയും തിരിച്ച് അമ്പലത്തിലേക്ക് ആൾ പോണേ തമ്പായിനെ കാണണം എന്ന് പറഞ്ഞിട്ട്. ശരിക്കും ഞാൻ പിടിച്ച് വലിച്ചു തന്നെയാണ് കൊണ്ടുവന്നത്, അല്ലാതെ നിൽക്കുന്നുണ്ടായില്ല. പിന്നെ സമയം കുറേ ആയി, നടന്നെത്തുമ്പോൾ ഒന്നുകൂടെ വൈകും. അപ്പം അങ്ങനെ ഞങ്ങൾ പിന്നെയും തിരിച്ച് യാത്ര തുടങ്ങി. അവിടെ നിന്ന് വരാൻ ഒട്ടും ഇഷ്ടമല്ലാണ്ട് ആ കുട്ടി വന്നതുകൊണ്ട് നല്ല കരച്ചിലായിരുന്നു. അതിനിടയിൽ പുഴയും മീനൊക്കെ കാണിച്ചിട്ടൊന്ന് സമാധാനപ്പെടുത്തി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.